തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന യൂണിവേഴ്സിറ്റി കോളേജ് 1834 ശ്രീ സ്വാതി തിരുനാൾ രാമവർമ്മയുടെ ഭരണകാലത്ത് തിരുവിതാംകൂർ സർക്കാർ സ്ഥാപിച്ചതാണ്. അദ്ദേഹം നാഗർകോവിലിലെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സന്ദർശനം നടത്തിയിരുന്നു. ആ സ്കൂളിലും അവിടെ നൽകുന്ന വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരത്തിലും അദ്ദേഹം മതിപ്പുളവാകുകയും അതേ മാതൃകയിൽ ഒരു സ്ഥാപനം ആരംഭിക്കാനും താൽപ്പര്യമുണ്ടായി. അദ്ദേഹം നാഗർകോവിലിലെ സ്കൂളിൻ്റെ ചുമതല ഉണ്ടായിരുന്ന മിസ്റ്റർ റോബർട്ട്സിനെ തിരുവനന്തപുരത്ത് വന്ന് അവിടെ സമാനമായ ഒരു സ്കൂൾ ആരംഭിക്കുവാൻ ക്ഷണിച്ചു. ആദ്യം സ്വകാര്യമായി സ്ഥാപിക്കപ്പെട്ട ഈ സ്കൂൾ പിന്നീട് രാജാസ് ഫ്രീ സ്കൂൾ എന്ന പേരിൽ സർക്കാരിൻ്റെ അധീനതയിൽ കൊണ്ടുവരികയും റോബർട്ട്സിനെ ഹെഡ് മാസ്റ്ററായി നിയമിക്കുകയും ചെയ്തു. ഇത് തിരുവിതാംകൂറിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളെ ആകർഷിക്കുകയും ഇവിടെ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളിൽ പലരും സംസ്ഥാനത്തിൻ്റെ പൊതുജീവിതത്തിൽ ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് ഉയരുകയും സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ചെയ്തു. 1866 തിരുവിതാംകൂറിലെ ശ്രീ ആയില്യം തിരുനാൾ രാമവർമ്മ മഹാരാജാവിൻ്റെ ഭരണകാലത്ത് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യങ്ങളും സർക്കാർ ഒരുക്കണമെന്ന് തീരുമാനിക്കുകയും രാജാ സ്കൂളിനെ സർവകലാശാലയുമായി അഫിലിയേറ്റ് ചെയ്ത കോളേജായി ഉയർത്തുകയും ചെയ്തു. മദ്രാസ് ഹിസ് ഹൈനസ് മഹാരാജാസ് കോളേജ് എന്നാണ് ഇതിന് പേരിട്ടിരുന്നത്. തിരുവിതാംകൂറിലെ മുൻ തലമുറയിലെ പലരും ആദരവോടെ കണ്ടിരുന്ന പ്രചോദനാത്മക അധ്യാപകനായ ശ്രീ ജോൺ റോസ് ആയിരുന്നു ആദ്യത്തെ പ്രിൻസിപ്പൽ. ഇന്ന് യൂണിവേഴ്സിറ്റി കോളേജ് സ്ഥിതി ചെയ്യുന്ന പാളയം എന്ന സ്ഥലത്ത് 1870 2 നിലയുള്ള ഒരു പ്രധാന കെട്ടിടം പടുത്തുയർത്തുകയുണ്ടായി. ഇതിൻ്റെ തറക്കല്ലിടൽ ചടങ്ങിൽ ശ്രീമാൻ ആയില്യം തിരുനാൾ മഹാരാജാവ് പറയുകയുണ്ടായി, ഈ സ്ഥാപനം തിരുവിതാംകൂറിലെ ഉന്നത വിദ്യാഭ്യാസത്തിന് ശക്തമായ അടിത്തറ പാകുന്ന ഒന്നായിരിക്കും. 1884 മദ്രാസ് സർവകലാശാലയിൽ അഫിലിയേറ്റ് ചെയ്ത ഈ കോളേജിൽ BA ഫിലോസഫിയായിരുന്നു ആദ്യത്തെ ബിരുദ കോഴ്സ്. ജോൺ റോസിൻ്റെ പിൻഗാമിയായി പ്രിൻസിപ്പൽ ആയി സ്ഥാനമേറ്റ റോബർട്ട് ഹാർവേയാണ് ഫിലോസഫിയിലെ ആദ്യത്തെ പ്രൊഫസർ. ഇതേ തുടർന്ന് ഗണിതം, രസതന്ത്രം, ചരിത്രം, ഭൗതികശാസ്ത്രം, സംസ്കൃതം, ദ്രാവിഡ ഭാഷകൾ എന്നിവയിൽ അധിഷ്ഠിതമായ ബിരുദ കോഴ്സുകളും ഈ കോളേജിൽ നിലവിൽ വന്നു. പിൽക്കാലത്ത് തിരുവിതാംകൂറിൻ്റെ മുഖഛായ മാറ്റിമറിക്കുന്ന പ്രഗത്ഭരെ സൃഷ്ടിക്കുവാൻ ഈ സ്ഥാപനത്തിന് സാധിച്ചിട്ടുണ്ട്. പണ്ഡിതനും കവിയും അധ്യാപകനുമായ ശ്രീ AR രാജരാജവർമ്മ 1910 മുതൽ 1918 വരെ സംസ്കൃതം, ദ്രാവിഡ ഭാഷകൾ എന്നിവയുടെ പ്രൊഫസർ ആയി വർത്തിക്കുകയും 1915-16 കാലയളവിൽ പ്രിൻസിപ്പൽ ആവുകയും തദ്ദേശീയനായ ആദ്യത്തെ പ്രിൻസിപ്പാൾ എന്ന ബഹുമതി കരസ്ഥമാക്കുകയും ചെയ്തു. 1914 ഇംഗ്ലീഷിലും ചരിത്രത്തിലും ഓണേഴ്സ് ബിരുദം ആരംഭിക്കുകയുണ്ടായി. 1924 കാലഘട്ടത്തിൽ ആർട്സ് സയൻസ് വിഷയങ്ങളെ വിഭജിക്കുകയും ഈ കോളേജിനെ ഹിസ് ഹൈനസ് മഹാരാജാസ് കോളേജ് ഓഫ് സയൻസ് ആയും ഇപ്പോഴത്തെ തൈക്കാട് സ്ഥിതി ചെയ്യുന്ന ആർട്സ് കോളേജിനെ ഹിസ് ഹൈനസ് മഹാരാജാസ് കോളേജ് ഓഫ് ആർട്സ് ആയും സ്ഥാപിക്കപ്പെട്ടു. ഈ 2 സ്ഥാപനങ്ങളും ശക്തമായി വളരുകയും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രധാന പങ്കുവഹിക്കുകയും ചെയ്തിരുന്നു. പിൽക്കാലത്ത് 1942 2 സ്ഥാപനങ്ങളെയും ലയിപ്പിച്ച് യൂണിവേഴ്സിറ്റി കോളേജ് എന്ന് പുനർനാമകരണം ചെയ്യുകയും ചെയ്തു. 1956 കേരള സംസ്ഥാന രൂപീകരണത്തെ തുടർന്ന് 57 സംസ്ഥാന സർക്കാർ കോളേജിൻ്റെ ഭരണ ചുമതല ഏറ്റെടുത്തു. UPSCക്ക് വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുന്നതിനുള്ള ഒരു പ്രത്യേക പദ്ധതി 1961 കോളേജിൽ ആരംഭിക്കുകയുണ്ടായി. ജോലിയുള്ളവർക്ക് ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസത്തിനുള്ള അവസരം നൽകുക എന്ന ലക്ഷ്യത്തോടെ 1965 ഈവനിംഗ് കോളേജ് ആരംഭിച്ചു. യൂണിവേഴ്സിറ്റി കോളേജ് ഇപ്പോൾ 21 ബിരുദാനന്തര പ്രോഗ്രാമുകളും 18 ബിരുദ പ്രോഗ്രാമുകളും നടത്തിവരുന്നു. 220 അധ്യാപകരും 72 അനധ്യാപകരും 3100-ലധികം വിദ്യാർത്ഥികളും ഇന്ന് ഈ ശ്രേഷ്ഠമായ സ്ഥാപനത്തിൻ്റെ ഭാഗമാണ്. 1937 തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായി. അക്കാലം മുതൽ യൂണിവേഴ്സിറ്റി കോളേജ് തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റിയുമായി
അഫിലിയേറ്റ് ചെയ്യുകയുണ്ടായി. 1957 മുതൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള നിലവിൽ വരികയും ഇന്നും ഈ കോളേജ് അതിൻ്റെ അഫിലിയേറ്റഡ് കോളേജായി തുടരുകയും ചെയ്യുന്നു. 18 UG, 21 PG, 20 ഗവേഷണ വകുപ്പുകളും അക്കാദമിക മികവ് പുലർത്തുന്നു. ശാസ്ത്ര വകുപ്പുകളായ ബയോകെമിസ്ട്രി, ബോട്ടണി, കെമിസ്ട്രി, ജോഗ്രഫി, ജിയോളജി, സൈക്കോളജി, ഫിസിക്സ്, മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, സുവോളജി എന്നിവയും ആർട്സ് വിഷയങ്ങളായ എക്കണോമിക്സ്, ഹിസ്റ്ററി, ഇസ്ലാമിക് ഹിസ്റ്ററി, ഫിലോസഫി, പൊളിറ്റിക്കൽ സയൻസ് എന്നിവയും പ്രവർത്തിക്കുന്നു. ഭാഷാ വിഷയങ്ങളായ അറബിക്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ഹിന്ദി, മലയാളം, സംസ്കൃതം, തമിഴ് എന്നിവയും ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗവും ഈ കോളേജിൻ്റെ മാറ്റുകൂട്ടുന്നു. നിരവധി പേറ്റന്റുകൾ നേടുകയും വിവിധ അന്താരാഷ്ട്ര ജേണലുകളിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്ത മികച്ച അധ്യാപകർ ഈ കോളേജിൻ്റെ പ്രത്യേകതയാണ്. എല്ലാ വർഷവും ഈ കോളേജിലെ ഓരോ വകുപ്പുകളും തിളക്കമാർന്ന വിജയം കരസ്ഥമാക്കിക്കൊണ്ടാണ് മുന്നേറുന്നത്. സർവകലാശാല കലോത്സവങ്ങളിൽ കഴിഞ്ഞ 5 വർഷക്കാലമായി 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കുവാൻ ഈ കലാലയത്തിലെ പ്രതിഭകൾക്ക് സാധിച്ചിട്ടുണ്ട്. വിവിധ ഇനം കായിക മത്സരങ്ങളിലായി സംസ്ഥാന, ദേശീയ, അന്തർദേശീയ തലങ്ങളിൽ മികച്ച നേട്ടങ്ങളാണ് ഈ കോളേജ് നേടിയെടുക്കുന്നത്. NCCയിലെ ആർമി, നേവി വിഭാഗങ്ങൾ, 2 NSS യൂണിറ്റുകൾ, 20ഓളം ക്ലബ്ബുകൾ എന്നിവ വിദ്യാർത്ഥികളുടെ സന്നദ്ധ പ്രവർത്തനവും വ്യക്തിത്വ വികസനവും മുന്നിൽ കണ്ട് പ്രവർത്തിക്കുന്നവയാണ്. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിലേക്കായി സുസജ്ജമായ ഒരു ഓഫീസ്, ഡിപ്പാർട്ട്മെൻറ്റ് ലൈബ്രറികൾ, ലാബുകൾ, കമ്പ്യൂട്ടർ സെൻറ്റർ, സ്മാർട്ട് ക്ലാസ് മുറികൾ, സെമിനാർ ഹാളുകൾ, മിതമായ നിരക്കിൽ ഭക്ഷണം ലഭ്യമാകുന്ന ക്യാൻറ്റീൻ എന്നിവ ഈ ക്യാമ്പസിൽ ലഭ്യമാണ്. ദേശീയ NIRF റാങ്കിങ്ങിൽ ഇന്ത്യയിൽ 26-മതും കേരളത്തിൽ തുടർച്ചയായ 6-ാം വർഷവും 1-ാം സ്ഥാനം കരസ്ഥമാക്കി മുന്നേറുകയാണ് നമ്മുടെ കലാലയം. 2018 NAAC അക്രഡിറ്റേഷനിലും A ഗ്രേഡ് കരസ്ഥമാക്കിയിട്ടുണ്ട്. ഈ കോളേജിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുവാൻ 66 ശക്തമായ കമ്മിറ്റികൾ നിലവിലുണ്ട്. 2024 യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ PG തലത്തിൽ 22 റാങ്കുകളും UG തലത്തിൽ 12 റാങ്കുകളും നേടാൻ ഈ കോളേജിന് സാധിച്ചിട്ടുണ്ട്. പഴമയും ഗൃഹാതുരത്വവും നിറഞ്ഞു നിൽക്കുന്ന ഈ ക്യാമ്പസിലെ കെട്ടിടങ്ങൾക്ക് പൈതൃക പദവി അഥവാ ഹെറിറ്റേജ് പദവി നൽകി കേരള സർക്കാർ അംഗീകരിച്ചിട്ടുള്ളതാണ്. കേരള സർക്കാരിൻ്റെ നവീന പാഠ്യപദ്ധതിയായ FYUGP പ്രകാരം 20 വകുപ്പുകൾ വൈവിധ്യമാർന്നതും ആകർഷകവും തൊഴിലധിഷ്ഠിതവുമായ നിരവധി കോഴ്സുകളാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നത്. മുഴുവൻ വകുപ്പുകളും ഗവേഷണ വകുപ്പുകൾ ആയതിനാൽ FYUGP പ്രകാരം ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്ന ആശയത്തിന് ഏറ്റവും സമ്പുഷ്ടമായ പഠന വിഭവങ്ങൾ വിദ്യാർത്ഥികൾക്ക് നൽകുവാൻ ഈ കോളേജിന് സാധിക്കും. പ്രഥമ FYUGP കോഴ്സുകളിലേക്ക് പ്രവേശനം നേടിവരുന്ന വിദ്യാർത്ഥികളെ ബഹുമാനപ്പെട്ട കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ KR സന്തോഷ് കുമാർ സ്വാഗതം ചെയ്യുന്നു. 4 വർഷ ബിരുദ കോഴ്സുകളിലേക്ക് പ്രവേശനം നേടിയ എല്ലാ വിദ്യാർത്ഥികളെയും ഈ കലാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 1866 മുതൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അതുല്യ പ്രതിഭകളെ വാർത്തെടുക്കാൻ ഈ കലാലയത്തിന് സാധിച്ചിട്ടുണ്ട്. കലാ, സാംസ്കാരിക, സാമൂഹ്യ രംഗങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ഇവിടെ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. എല്ലാ വർഷവും ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു കോളേജ് വിദ്യാർത്ഥി യൂണിയൻ ഈ ക്യാമ്പസിൻ്റെ ഭാഗമാണ്. ഈ ക്യാമ്പസ് ഒരു ഭിന്നശേഷി സൗഹൃദ ക്യാമ്പസാണ്. ഭിന്നശേഷികൾക്ക് അടുക്കളയിൽ പ്രവർത്തിക്കുന്ന പ്രതിഭ എന്ന പദ്ധതിയും ഈ കലാലയത്തിൽ നടത്തപ്പെടുന്നു. വിവിധതരം സ്കോളർഷിപ്പുകൾ, സർക്കാർ ഗ്രാൻറ്റുകൾ, ഹങ്ങർ ഫ്രീ ക്യാമ്പസ് പദ്ധതി,
ജീവനി ഈ കലാലയത്തിൻ്റെ വിഭാഗമാണ്. മറ്റേതൊരു സ്ഥാപനത്തിൽ ലഭിക്കുന്നതിനേക്കാൾ മിതമായ നിരക്കിൽ സ്റ്റേഷനറി സാധനങ്ങൾ ലഭ്യമാകുന്ന PTS സ്റ്റോറും ഈ ക്യാമ്പസിൻ്റെ പ്രത്യേകതയാണ്. ഇത്രയും മികച്ച സൗകര്യങ്ങളും അവസരങ്ങളും പ്രയോജനപ്പെടുത്തി വിജയം കൈവരിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. FYUGPയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന തലത്തിൽ കേരള സർക്കാരുമായി ചേർന്ന് നിരന്തരം പ്രവർത്തിക്കുന്ന അധ്യാപക പ്രതിനിധി പ്രൊഫസർ ഡോക്ടർ മുഹമ്മദ് റഫീഖ്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്രമായ ഒരു പരിഷ്കരണത്തിന് ഈ അധ്യയന വർഷം തുടക്കം കുറിക്കുക. 4 വർഷ ബിരുദ കോഴ്സുകൾ എന്ന് വെച്ചാൽ 4 വർഷം കൊണ്ടൊരു കുട്ടിക്ക് ഗവേഷണത്തിന് അധിഷ്ഠിതമായ വിദ്യാഭ്യാസം നേടുവാനും അതല്ലെങ്കിൽ ഡിഗ്രിക്ക് പുറമെ ഓണേഴ്സ് ലെവലിലേക്ക് ഒരു വിദ്യാഭ്യാസം നേടുവാനും ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് 2.5 വർഷം കൊണ്ട് ബിരുദം പൂർത്തിയാക്കി 3.5 വർഷം കൊണ്ട് ഒരു ഗവേഷണത്തിലേക്ക് പോകാനും തുടർന്ന് 1 വർഷം കൊണ്ട് PG പൂർത്തിയാക്കി അധ്യാപന മേഖലകളിലേക്കും അതുപോലെ തന്നെ ഗവേഷണത്തിലേക്കും പോകുവാനും പറ്റുന്ന രീതിയിലുള്ള ഒരു സമഗ്രമായ ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കുക. ഈ നവീന പാഠ്യപദ്ധതി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായ മാറ്റം സൃഷ്ടിക്കുമെന്നതിൽ സംശയമില്ല. FYUGP കേരള സർവകലാശാല കോർഡിനേറ്ററും യൂണിവേഴ്സിറ്റി കോളേജ് അധ്യാപകനുമായ ഡോക്ടർ പ്രിൻസ് PR. യൂണിവേഴ്സിറ്റി കോളേജിൽ ഈ വർഷം ആരംഭിക്കുന്ന 4 വർഷ ബിരുദ പ്രോഗ്രാമിന് കേരള സർവകലാശാല FYUGP ഇംപ്ലിമെൻറ്റേഷൻ കമ്മിറ്റിയുടെ എല്ലാവിധ ആശംസകളും. ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ക്ലാസ് മുറികൾ, ലാബുകൾ, ലൈബ്രറി, സെമിനാർ ഹാൾ, ഓഡിറ്റോറിയം മുതലായവ കേരള സർക്കാർ കിഫ്ബി പദ്ധതി പ്രകാരം നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. കേരള സർവകലാശാല സെനറ്റ് അംഗവും യൂണിവേഴ്സിറ്റി കോളേജ് കൗൺസിൽ സെക്രട്ടറിയുമായ ഡോക്ടർ B. അശോക്. വിദ്യാർത്ഥി ബാഹുല്യം കാരണം ഇനിയും ഇവിടെ എത്രയോ കെട്ടിടങ്ങൾ നിർമ്മിക്കപ്പെടേണ്ടതുണ്ട്. 8 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ കലാലയത്തിൽ കിഫ്ബി പദ്ധതി പ്രകാരം 21 കോടിയുടെ 2 കെട്ടിടങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു. ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു കോളേജ് യൂണിയൻ സദാസമയവും വിദ്യാർത്ഥികൾക്കായി നിലകൊള്ളുന്നു. ചെയർമാൻ ശ്രീ വിധു. FYUGP പ്രകാരം യൂണിവേഴ്സിറ്റി കോളേജ് അഡ്മിഷൻ നേടിയ മുഴുവൻ വിദ്യാർത്ഥികളെ യൂണിവേഴ്സിറ്റി കോളേജ് യൂണിയൻ ചെയർമാൻ എന്ന നിലയിൽ സ്വാഗതം ചെയ്തു. വിദ്യാർത്ഥിയുടെ അഭിരുചിക്കനുസരിച്ച് വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് ലക്ഷ്യത്തിലേക്ക് മുന്നേറുവാനും സമൂഹത്തിൻ്റെ ഉന്നമനത്തിനായി കൈകോർക്കുവാനും ഈ പാഠ്യപദ്ധതി സഹായകരമാകുമെന്ന് കേരള സർക്കാരും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും നമ്മുടെ സമൂഹവും ഒരുപോലെ വിശ്വസിക്കുന്നു. നമ്മുടെ പ്രതീക്ഷകൾക്ക് നിറം പകരുവാൻ ഈ പാഠ്യപദ്ധതിക്കാകും. ചരിത്രത്താളുകളിൽ പ്രതീക്ഷയുടെ പുതു അധ്യായം കുറിക്കാൻ യൂണിവേഴ്സിറ്റി കോളേജും സജ്ജമാണ്.